ഹലോ, ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ക്രാഫ്റ്റ് പേജിൻ്റെ ലോഗോയും അതുപോലെ DP ഒക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതിനു വേണ്ടി നമുക്ക് DPയിൽ വെക്കേണ്ട ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം റിമൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിമൂവ് ബീജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് പോയിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് സേവ് ചെയ്യാം. താഴെ കാണുന്ന ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ എടുത്താൽ നമുക്കത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. പിക്സാർട്ട് എടുത്തിട്ട് നമ്മൾ അതിന് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇനി താഴത്തുള്ള ആ ഓപ്ഷൻസിൻ്റെ കൂടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്പ്ലാഷ് എഫക്റ്റ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ സ്പ്ലാഷ് എഫക്റ്റുകൾ തരും. അതിൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത് നമ്മുടെ തീമിനനുസരിച്ചുള്ള കളർ ചൂസ് ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് താഴത്ത് ആഡ് ഫോട്ടോ എന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്കാണ് പോവുക. അതിന് നമ്മൾ ഏത് പിക്കാണോ നമുക്ക് വേണ്ടിയത് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി വെച്ചത് ആ പിക്ക് എടുക്കുക. എന്നിട്ട് അത് ആ സ്പ്ലാഷ് എഫക്റ്റിൻ്റെ സെൻറ്ററിലാക്കിയോ സൈഡിലാക്കിയോ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ചെറുതാക്കിയിട്ട് കൊടുക്കുക. ആ പിക്കിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തെ എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ബാഡ് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഫക്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ എടുത്തിട്ട് സേവ് കൊടുക്കുക. ഇനി വീണ്ടും താഴെ കാണുന്ന സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് സെർച്ചിൽ പോയിട്ട് ചോക്ലേറ്റ് ബോക്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാനിതിൽ ചോക്ലേറ്റ് ടവറിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അതാണ് എടുത്തത്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി അതിൻ്റെ സൈസ് ഒന്ന് ചെറുതായി കൊടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ വേണോ സൈഡിൽ വേണോ എവിടെയാണ് വെച്ചാൽ കുറച്ച് വൃത്തി ഉണ്ടാവുക എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നല്ലോണം വെച്ച് കൊടുക്കുക. അടുത്തത് ഞാൻ ഫ്ലവർ ബൊക്കെ എന്നാണ് അടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 2 ഫ്ലവർ ബൊക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട 2 ബൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് ഇതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് ബോക്സ് ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ഗിഫ്റ്റ് ബോക്സ് അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. മുകളിൽ കാണുന്ന സേവ് ഓപ്ഷനിൽ പോയിട്ട് ഇത് സേവ് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് പേജിൻ്റെ നെയിം കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ പേജിൻ്റെ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. ഇനി നമുക്കിത് സേവ് ചെയ്തെടുക്കാം.
ഞാനിങ്ങനെയാണ് എൻ്റെ ക്രാഫ്റ്റ് റിവേജിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്തത്.